വാർത്ത ആരംഭിക്കുകയാണ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെയും പറയും. എൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനെന്ന് പറയും. പറഞ്ഞത് തന്നെ നിലപാടിൽ ഉറച്ച് വെള്ളാപ്പള്ളി നടേശൻ. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും പറയാനുള്ളത് പറയും. സംഘടിത സമുദായങ്ങൾ പന പോലെ വളർന്നു. മലപ്പുറത്തെ പറ്റി പറഞ്ഞപ്പോൾ മുസ്ലിം വിരോധിയാക്കുന്നുവെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി. വെള്ളാപ്പള്ളി വിശ്രമ ജീവിത സമയത്ത് ചരിത്രം സൃഷ്ടിക്കുന്നുവെന്ന് VN വാസവൻ. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലേത് നിർഭയ നിലപാടെന്നും മന്ത്രി. വെള്ളാപ്പള്ളിയുടേത് പച്ച വർഗീയതയെന്ന ചന്ദ്രിക മുഖപ്രസംഗം. അതുല്യ നേരിട്ടത് ക്രൂര പീഡനം. സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം ജനം ടിവിക്ക്. വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി എന്ന് അതൊക്കെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിന് മുമ്പ്. ശ്രീധരൻ ആവശ്യപ്പെട്ട് മർദ്ദിച്ചിരുന്നുവെന്ന് കുടുംബം. അമ്മയുടെ മൊഴിയിൽ സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസ്. ഷാർജയിലും പരാതി നൽകും. വീണ്ടും ജീവനെടുത്ത് KSEBയുടെ അനാസ്ഥ. നെടുമങ്ങാട് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ പോസ്റ്റ് നിർമ്മാണത്തിൽ അപാകത. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. സ്ഥലമുടമയെ പഴിചാരി മന്ത്രി K കൃഷ്ണൻകുട്ടി. ഉത്തർപ്രദേശ് ക്ലീനാക്കി യോഗി സർക്കാർ. ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ സ്വീകരിച്ചത് കടുത്ത നടപടി. 7 വർഷത്തിനിടെ ജയിലിൽ അടച്ചത് 30,694 ക്രിമിനലുകളെ. സർവകലാശാലകളിലെ പ്രതിസന്ധിയിൽ അനുനയ നീക്കത്തിന് സർക്കാർ. മുഖ്യമന്ത്രി ഇന്ന് ഗവർണറെ കാണും. കൂടിക്കാഴ്ച വൈകിട്ട് രാജ്ഭവനിൽ. നിലവിലെ സാഹചര്യം ചർച്ചയാകും. മാസപ്പടി കേസിൽ കൂടുതൽ പേരെ കക്ഷി ചേർക്കണം. 13 പേരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നടപടി ഷോൺ ജോർജിന്റെ ഹർജിയിൽ. മിഥുന്റെ മരണത്തിൽ നടപടിയുമായി പോലീസ്. കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുത്തു. മാനേജ്മെന്റും KSEB ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് AEOയും പ്രതികളാവും. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം രൂക്ഷം. കണ്ണൂർ ആറളം ഫാമിൽ കോടികളുടെ നാശനഷ്ടം. നഷ്ടം നികത്താതെ സർക്കാർ. വ്യാപക കൃഷിനാശമെന്നും വനം മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ. ജനം എക്സ്ക്ലൂസീവ്. നിലപാടിൽ ഉറച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും സമുദായത്തിനു വേണ്ടി ഇനിയും പറയുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സംഘടിത സമുദായങ്ങൾ വളർന്ന് പന്തലിച്ചപ്പോൾ ഈഴവ സമുദായം താഴേക്ക് പോയി. കോലമല്ല തന്നെ കത്തിച്ചാലും അഭിപ്രായത്തിൽ നിന്ന് മാറില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുസ്ലിം വിരോധിയാക്കിയെന്നും കേരളത്തിൽ അജയ്യ ശക്തിയായ മുസ്ലിം സമുദായം ഗർജിച്ചാൽ മുട്ടുവിറയ്ക്കുന്ന സ്ഥിതിയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കിയതിന് കൊച്ചി യൂണിയൻ വെള്ളാപ്പള്ളിയെ ആദരിച്ച ചടങ്ങിലായിരുന്നു ഈ തുറന്നു പറച്ചിൽ. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെയും പറയും. എൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനെന്ന് പറയും. വിവരങ്ങളുമായി
വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ഗൗതം അനന്തനാരായണനും ചേരുകയാണ്. ആദ്യം ജിജീഷിലേക്ക് എത്തുമ്പോൾ, ജിജീഷ്, നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാരണം കാന്തപുരം എന്ത് പറഞ്ഞാലും അത് സമുദായത്തിന് വേണ്ടി ഇനിയും താൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും തനിക്ക് ആരെയും ഭയമില്ല എന്നും വെള്ളാപ്പള്ളി സധൈര്യം പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നും പറഞ്ഞിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ദേവിക, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അത് സംഘടിത മതവിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കും മുന്നിൽ അടിയറവ് ഇറക്കുന്ന സർക്കാർ സംവിധാനങ്ങളെയായിരുന്നു അവിടെ രൂക്ഷമായി വിമർശിച്ചത് എങ്കിൽ തൻ്റെ നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം തന്നെ പറഞ്ഞത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, സമുദായത്തിൻ്റെ ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയെങ്കിൽ താൻ ആ ഒരു മുദ്രകൊത്തൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. എന്നാൽ ഇനിയും നിശബ്ദനായിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, സംസാരിക്കാൻ തന്നെയാണ് സമുദായത്തിന് വേണ്ടി എന്ന കാര്യം അദ്ദേഹം പറയുന്നു. മതപണ്ഡിതർ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ വിലയുള്ളൂ, ഏതെങ്കിലും തരത്തിൽ മതപണ്ഡിതർ എന്തെങ്കിലും പറയുന്ന കാര്യത്തിന് മാത്രമാണ് വിലയുള്ളതും എന്ന കാര്യമാണ് പറയുന്നത്. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ ഒരു മതവിഭാഗം ഇടപെട്ട് അതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു, മതത്തിൻ്റെ പേരിൽ ഇടപെട്ട് വെല്ലുവിളിക്കുകയാണ് എന്ന വാക്കാണ് കൃത്യമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഉയർത്തുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് സുംബ നൃത്തവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സ്കൂൾ സമയമാറ്റക്രമവുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെയായിരുന്നു വലിയ വിമർശനങ്ങൾ. ഒന്ന് കാന്തപുരത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത് എങ്കിൽ മറ്റൊന്ന് സമസ്തയുടെ ഭാഗത്ത് നിന്നായിരുന്നു അത്തരത്തിലുള്ള ഇടപെടലുകളും അത് തടസ്സപ്പെടുത്താനുള്ള നീക്കവും എല്ലാം തന്നെ ഉണ്ടായത്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി തന്നെ കാന്തപുരം എന്ത് കുന്തമെടുത്ത് എറിഞ്ഞാലും തനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാന്തപുരം എന്ത് കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയേണ്ടത് പറയുന്നതിന് തനിക്ക് ആരെയും ഭയമില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ ആ വേദിയിൽ വാസവനടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്ന വേദിയാണ്. അവിടെ വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഈ ഒരു കാര്യങ്ങൾ മയപ്പെടുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മയപ്പെടുത്താൻ, സർക്കാരിനെതിരായ നിലപാടുകളിൽ എല്ലാം മയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും വി എൻ വാസവൻ അദ്ദേഹത്തെ വാനോളം ആ വേദിയിൽ വെച്ച് പുകഴ്ത്തുകയും എല്ലാം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും താൻ പറയാനുള്ളത് ആവർത്തിച്ച് പറയും. തൻ്റെ നിലപാട് കൃത്യമാണ്. അത് സംഘടിത മതവിഭാഗത്തിന് വേണ്ടി പ്രീണന രാഷ്ട്രീയം കളിക്കുന്ന സർക്കാരിനെതിരാണ്, സംവിധാനങ്ങൾക്കെതിരാണ്, രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരാണ് എന്ന് കൃത്യമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. താൻ ഒരു കസേരയ്ക്കും വേണ്ടി നോട്ടമിട്ടിട്ട് ശ്രമിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തനിക്ക് ആരെങ്കിലും മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതോ ആർക്കെങ്കിലും മുന്നിൽ കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം തനിക്കില്ല. മറിച്ച് താൻ ഇരിക്കുന്ന കസേരയിൽ, ആ കസേരയിൽ കാലങ്ങളായി ഇരിക്കുന്ന ആളാണ്. ആ കസേരയിൽ ഇരിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ അവർക്ക് വേണ്ടിയാണ് താൻ ശബ്ദമുയർത്തുന്നത്. ആ ശബ്ദം ഇനിയും തൻ്റേതായി ഉയരുക തന്നെ ചെയ്യുമെന്ന കാര്യം വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സംഘടിത സമുദായങ്ങൾ വളർന്നു പന്തലിച്ചപ്പോൾ ഈഴവ സമുദായം താഴേക്ക് പോയി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിൻ്റെ പേരിൽ തൻ്റെ കോലം ആരെങ്കിലും കത്തിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ തന്നെ കത്തിക്കാൻ ശ്രമിച്ചാലും ആ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറയുന്നുണ്ട്. മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുസ്ലിം വിരോധിയാക്കുകയാണ്. മലപ്പുറത്തിൻ്റെ വിഷയം പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ് തൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ മുന്നോട്ട് വെച്ചത്, താൻ പറയാൻ ശ്രമിച്ചത്. ആ വസ്തുത ഇങ്ങനെ പറയുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശനത്തിന് വിധേയനാകുന്നത്, തന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്താണ് ഒരു വിഭാഗം ഇത്തരത്തിൽ എതിർക്കുന്നത് എന്ന കാര്യമാണ് മറ്റൊരു അവസരത്തിൽ അല്ലെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത്. മറ്റ് സംഘടിത ശക്തികൾ മതം പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ അവർക്ക് വോട്ട് കുത്തുന്ന യന്ത്രങ്ങൾ മാത്രമായി ഈഴവ സമുദായം മാറുന്നു എന്ന കാര്യം വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂനപക്ഷം ഭൂരിപക്ഷമായി, കാരണം നേരത്തെ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും എല്ലാം ഉയർത്തിയ പല വിഷയങ്ങളും അത് വെള്ളാപ്പള്ളി നടേശനിലൂടെ ഒരിക്കൽ കൂടി പുറത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ് വളരെ മുൻപും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം മറ്റ് സമുദായങ്ങളെ അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാരെ ഒന്നും സർക്കാർ കാണുന്നില്ല, മുസ്ലിം സമുദായത്തിന് മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് അദ്ദേഹം വളരെ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാന്തപുരം എന്ത് പറഞ്ഞാലും സമുദായത്തിന് വേണ്ടി ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. സംഘടിത സമുദായങ്ങൾ വളർന്നു പന്തലിച്ചപ്പോൾ ഈഴവ സമുദായം താഴേക്ക് പോയെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്, വളരെ മുൻപ് തന്നെ അദ്ദേഹം ഈ ഒരു പ്രശ്നം
തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് സർക്കാരാകട്ടെ പ്രതിപക്ഷമാകട്ടെ മുസ്ലിം സമുദായത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു. മറ്റ് സമുദായങ്ങളെ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളെ എപ്പോഴും അവഗണിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ സംസ്ഥാനത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് സ്ഥാനമാനങ്ങളൊന്നും തന്നെ വേണ്ട, തൻ്റെ മുന്നിൽ അധികാരത്തിൻ്റെ കസേര ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. സത്യം എവിടെ വേണമെങ്കിലും താൻ തുറന്നു പറയും, അതിനുള്ള ധൈര്യം തനിക്കുണ്ട്. കോലം മാത്രമല്ല, തന്നെ കത്തിച്ചാലും സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണല്ലേ. ദേവിക, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതിനെക്കാട്ടിൽ രൂക്ഷമായ ഭാഷയിൽ ഇന്നിപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. ഇന്നലെ കോട്ടയത്തെ പ്രസംഗം തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം ഈ SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ 30 വർഷം തികയുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സന്ദേശം വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ കൂടി നൽകുകയാണ്. അദ്ദേഹം നൽകുന്ന സന്ദേശം എന്നത് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെപ്പറ്റിയാണ് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. കാന്തപുരം പോലെയുള്ള മതനേതാക്കൾ, മുസ്ലിം മതനേതാക്കൾക്ക് അടിയറവ് വയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആശീർവാദത്തോടു കൂടി അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സർക്കാരോ അതല്ലെങ്കിൽ മുന്നണികളോ, പ്രധാനപ്പെട്ട 2 മുന്നണികളുടെയും ഒരു പൊതു സ്വഭാവമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് SNDP ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് വോട്ട് ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അടിയറവ് പറഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരുകൾ. അവർ എല്ലാ കാലഘട്ടങ്ങളിലും കൃത്യമായി മതവും അതല്ലെങ്കിൽ മറ്റ് വോട്ട് ബാങ്കിൻ്റെ സ്വഭാവവും എല്ലാം തുറന്നു പറയും. എന്നാൽ ഈഴവ സമുദായമോ മറ്റേതെങ്കിലും ഹൈന്ദവ സമൂഹമോ ഈ രീതിയിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുനിന്ദ എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം മാറി മറിയുന്നു. ഇവിടെ ഭൂരിപക്ഷമായിരുന്ന സമൂഹം ഇപ്പോൾ ന്യൂനപക്ഷമാകുകയും ന്യൂനപക്ഷം ഭൂരിപക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല കാന്തപുരം ഉൾപ്പെടെയുള്ളവരെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്, തന്റെ സമുദായത്തിന് വേണ്ടി താൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം തുറന്നു കാട്ടുന്നത് വലിയൊരു വിഭാഗത്തിന്റെ പരാതി കൂടിയാണ്. കാരണം സംസ്ഥാനത്ത് ഇന്ന് മുസ്ലിം സമുദായത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു സംസ്ഥാന സർക്കാർ, ഒപ്പം പ്രതിപക്ഷവും. പക്ഷേ മറ്റ് സമുദായങ്ങളെ അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത് എന്ന് അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൂടുതൽ അദ്ദേഹം ആ നിലപാടിലേക്ക് ഉറയ്ക്കുകയാണ്. മാത്രവുമല്ല, തന്നെ ഏത് തരത്തിൽ ഉപദ്രവിച്ചാലും താൻ ഈ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഈ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഈ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ നടുറോഡിൽ നഗ്നയാക്കപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒക്കെ ഉള്ളത്. ഈ കേരളത്തിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യം എന്താണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞു. ഇത് ഇപ്പൊ പറയുന്നതല്ല, അദ്ദേഹം പല തവണയായിട്ട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന ആർക്കും ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പറഞ്ഞത്. പൊതിഞ്ഞു വെച്ച് മറച്ചു വെച്ച് ഇത് ഇങ്ങനെയൊന്നുമല്ല. കേരളം വളരെ മതേതര കേരളമാണ്. ഇവിടെ എല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നുപോയിരിക്കുകയാണ്. ഇവിടെ മതസൗഹാർദ്ദമാണ്. എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടെ തുല്യമായി കഴിയുകയാണ് എന്നൊക്കെയുള്ള കുറെ വ്യാജ ധാരണകളിലെ പുറത്താണ് കേരളം ജീവിക്കുന്നത്. അങ്ങനെയല്ലെന്നും കേരളം അങ്ങേയറ്റം മത ശക്തികളുടെ പിടിയിലമർന്ന ഒരു സംസ്ഥാനമാണെന്നും അവരുടെ തിട്ടൂരമനുസരിച്ചല്ലാതെ കേരളത്തിൽ ഒരു മുന്നണിക്കും ഭരിക്കാൻ കഴിയില്ല എന്നുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം വെള്ളാപ്പള്ളി നടേശൻ ഒന്നുകൂടി വ്യക്തമാക്കി അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ഉറച്ചു നിൽക്കുക അല്ലാതെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് പൊതുസമൂഹത്തിന്റെ ആ ബോധ്യത്തിനൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ സ്വാഗതാർഹമാണ്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് കേരളത്തിലെ ജനത അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. മാത്രമല്ല, പലരും തുറന്നു പറയാൻ ഇപ്പോഴും തുറന്നു പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മടിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അധികാരത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് സത്യം മറച്ചു വെക്കേണ്ട ആവശ്യം തനിക്കില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, ഇത് പറയാൻ ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാര് മാത്രമല്ല, ഇതിപ്പോ ഹിന്ദു സംഘടനകളുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹവും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരത് പരസ്യമായി പറയാൻ തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ.
ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അവർ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്, അവര് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അവരുടെ പദ്ധതികൾ നടപ്പാക്കുന്നത്, ഇതെല്ലാം ഒരു വിഭാഗത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് എന്നുള്ള ഒരു പൊതുബോധം കേരളത്തിലെ സമൂഹത്തിലുണ്ട്, ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന പൊതുസമൂഹത്തിന്റെ ഹൃദയവികാരത്തെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള പ്രസ്താവനയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ജനത. ശരി, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. ഗൗതം അനന്തനാരായണൻ തുടരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ മുൻപും ആവശ്യപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ പലപ്പോഴും പറഞ്ഞിരുന്ന പരാതി ഇതുതന്നെയാണ്. കാരണം സംസ്ഥാനത്ത് ചില സമുദായങ്ങൾക്ക് മാത്രം വലിയ പരിഗണനയും മറ്റുള്ളവർക്ക് അവഗണനയുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പല ആവർത്തി പറയുമ്പോഴും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വച്ചുകൊണ്ട് പല സമുദായങ്ങളെയും അല്ലെങ്കിൽ പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ പരിഗണിക്കാത്ത ഒരു സ്ഥിതി സംസ്ഥാനത്ത് ഉണ്ട്. അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെയും വലിയ വിമർശനങ്ങൾ ചില വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് തനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, തന്നെ കത്തിച്ചാലും താൻ സത്യം തുറന്നു പറയുമെന്നാണ്. ദേവിക, വളരെ കാലം മുൻപ് തന്നെ ദേശീയ സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക മതസംഘടനകൾ, തീവ്ര സ്വഭാവമുള്ള മതസംഘടനകൾ വലിയ തോതിൽ ശക്തിയാർജിക്കുകയും അവരുടെ കൃത്യമായ ആശീർവാദത്തോടു കൂടി മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇക്കാര്യം നേരത്തെ തന്നെ ഹിന്ദു ഐക്യവേദിയും VHPയും ഒക്കെ ഉൾപ്പെടെയുള്ള സംഘടനകളും അടുത്ത കാലത്തായി ക്രൈസ്തവ സംഘടനകളും ഇക്കാര്യം പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇക്കാര്യം കൂടുതൽ ശക്തിയോടുകൂടി പറയുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും കേരള സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് നേരത്തെയും അദ്ദേഹം മലപ്പുറം പ്രസംഗം എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ നമുക്ക് അറിയാവുന്നതാണ്. മലപ്പുറം ജില്ലയെ എന്തുകൊണ്ട് ആ രീതിയിൽ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ മലപ്പുറത്ത് ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിക്കുന്നു എന്നതിനെപ്പറ്റി അദ്ദേഹം മുൻപ് കേരള സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഇന്നും അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, മലപ്പുറത്തിൻ്റെ ആശീർവാദമില്ലാതെ, അതായത് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്ര സ്വഭാവമുള്ള മതമൗലികവാദ സ്വഭാവമുള്ള സംഘടനകളുടെയോ അല്ലെങ്കിൽ അതിതീവ്രമായ മുസ്ലിം സ്വഭാവം മുന്നോട്ട് വയ്ക്കുന്ന മത നേതാക്കളുടെയോ ആശീർവാദത്തോടു കൂടിയാണ് കേരളത്തിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നത് എന്ന വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാന്തപുരത്തെ അദ്ദേഹം രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. കാരണം ഇന്നലെ കോട്ടയത്ത് അദ്ദേഹം ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ മുസ്ലിം ലീഗിൻ്റെ പത്രമായിട്ടുള്ള ചന്ദ്രികയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് മുസ്ലിം സംഘടനകളാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞത്, കാന്തപുരം എന്ത് കുന്തമെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലും താൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. തൻ്റെ കോലം കത്തിക്കുന്നത് കൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല. കോലമല്ല, തന്നെ നേരിട്ട് കത്തിക്കാൻ ശ്രമിച്ചാലും സമുദായത്തിന് വേണ്ടിയും ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയും തൻ്റെ നിലപാടുകൾ അടിയുറച്ച് ഉറക്കെ പറയും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ആസന്നമാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമാണ്. കേരളം അങ്ങനെ ഒരു വളരെ സുപ്രധാനമായ കാലത്തേക്ക് ചുവടുവെക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അദ്ദേഹം ചില വസ്തുതകൾ വിളിച്ചു പറയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ന്യൂനപക്ഷം ഹൈന്ദവ സമൂഹം, ഭൂരിപക്ഷമായ ഹൈന്ദവ സമൂഹം ഇപ്പോൾ ന്യൂനപക്ഷമാകുകയും മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്ന പോപ്പുലേഷന്റെ വർധനവ്, അദ്ദേഹം ചില കണക്കുകളൊക്കെ ഇന്നലെ പറയുന്നു. ഇടപെടുകയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശശികല ടീച്ചർ, വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടവച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പച്ച വർഗീയതയാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കളെല്ലാം പ്രതികരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം പലരും പറഞ്ഞു മടുത്ത കാര്യം അല്ലെങ്കിൽ പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി സധൈര്യം ഈ കാര്യങ്ങൾ ഇന്ന് കുറച്ച് നാളുകളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇന്ന് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലെങ്കിൽ അവരെ മാത്രം പരിഗണിക്കുന്ന ഒരു രീതിയാണ്. മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെ, ക്രൈസ്തവരെ, ഹൈന്ദവരെ എല്ലാം അവഗണിക്കുന്ന ഒരു സ്ഥിതി ഇന്ന് സംസ്ഥാനത്തുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നു. അതിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, സധൈര്യം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുകയാണ്. വളരെ ധീരമായ നിലപാടാണ്.
കേരളീയ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സമുദായ സംഘടനാ ഭാരവാഹികളിൽ നിന്നൊക്കെ കേരളീയ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണത്. കാരണം ഇത് ഇവിടുത്തെ സമൂഹത്തിന് അറിയാം. ആ അറിവ് പുറത്തേക്ക് പറയാൻ ധൈര്യമില്ലാതെ പലരും ഉള്ളിൽ വിങ്ങി നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു നാടിന്റെ നാശം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ നാശം സംഭവിക്കുക അത് അധർമ്മികളുടെ എണ്ണം കൊണ്ടല്ല എന്നാ പറയുക. പക്ഷെ ധർമ്മപക്ഷത്തുള്ളവരുടെ മൗനം കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുക. ഇവിടെ ധർമ്മപക്ഷത്തുള്ള പലർക്കും പലതും പറയാൻ മടിയാവുകയാണ്. അപ്പൊ അത്തരക്കാർക്കൊരു മാതൃകയായി മാറി, സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നതൊരു മാതൃകയായി മാറി വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. വിമർശിക്കുന്നവർ ഏതർത്ഥത്തിൽ വിമർശിക്കും? അദ്ദേഹം പറഞ്ഞ ഏത് കാര്യത്തെ നിരാകരിക്കാൻ സാധിക്കും? ഇതിങ്ങനെയല്ല എന്ന് തെളിയിച്ചിട്ടാണല്ലോ വിമർശിക്കേണ്ടത്. ആ പറഞ്ഞത് തെറ്റാണ്, കാര്യകാലം ഇപ്പൊ ജനന നിരക്ക് തെറ്റാണ് പറയാൻ സാധിക്കുമോ? ഈ വർഷത്തെ ഇപ്പൊ 6th വർക്കിംഗ് ഡേ സ്ട്രെങ്ത് കഴിഞ്ഞു. അതിന്റെ മൊത്തം ജൂലൈ 15-ാം തീയതി കഴിഞ്ഞോടുകൂടി സ്റ്റാഫ് ഫിക്സേഷൻ നടന്നു. കൃത്യമായ കണക്ക് ടീച്ചർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ പ്രതികരിക്കുകയാണ് തത്സമയത്തിലേക്ക്. മന്ത്രി വാസവൻ പറഞ്ഞിട്ടുള്ള നിർഭയമായി നിലപാട് പറയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി എന്നാണ്. അതേത് കോൺടെക്സ്റ്റിലാന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഓക്കെ, അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് പറഞ്ഞാൽ ഗവൺമെന്റ് തലപ്പത്ത് മുഖ്യമന്ത്രിയല്ലേ. അതിപ്പോ എനിക്ക് പറയാൻ പറ്റുമോ? ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു? CPM ഇത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ? BJPക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണോ? ഇതൊക്കെ ഇനി ഇന്നു മുതൽ ചർച്ച ചെയ്യപ്പെടും, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ബാധിക്കും. വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെന്റാണ്. ഇനി ഇത് ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ പ്രതികരിക്കുന്നില്ല. കൂടുതൽ ഞാൻ പ്രതികരിക്കില്ല. ശരി, KP ശശികല ടീച്ചർ തുടരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ KP ശശികല ടീച്ചർ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് തന്നെയാണ്. ഇത്തരം പ്രസംഗങ്ങളൊന്നും പാടില്ല, ഇത് സമൂഹത്തിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഒരു വലിയ സമൂഹത്തിന്റെ പ്രശ്നമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഇത് മറ്റൊരു സമൂഹത്തെ ബാധിക്കുക എന്നതും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഞാനും കേട്ടു. അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അധികം പ്രതികരിക്കുന്നില്ല? പ്രതികരിക്കാനൊന്നും ഇല്ല എന്നതാണ് വാസ്തവം. ഇത് പറഞ്ഞത് തെറ്റാണ്, ഇത്തരത്തിൽ പ്രസംഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള പൊതുവായ ചില ഉപദേശങ്ങൾക്കപ്പുറത്ത്, ചില നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് പറഞ്ഞ ഏത് കാര്യം ഖണ്ഡിക്കാൻ സാധിക്കും? അങ്ങനെ ഏതായാലും വാക്കുകൾക്ക് പഞ്ഞമുള്ള ആളല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ ഉണ്ടായില്ല. എനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ്. കൂടുതൽ പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞതിലും അപ്പുറമാണ് യാഥാർത്ഥ്യം എന്നുള്ളത് അദ്ദേഹത്തിന് പറയേണ്ടി വരും. കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സമൂഹത്തോട് നമുക്കെന്ത് വൈരാഗ്യം? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു സംസ്കൃതിക്ക് ഏതെങ്കിലും മതവിഭാഗങ്ങളോട് ശത്രുതയോ വൈരാഗ്യമോ വെറുപ്പോ ഒന്നും വരില്ലല്ലോ. സ്ഥിതിവിവര കണക്കുകളും വസ്തുതകളും വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഓരോന്ന് പറയുന്നത്. ഇപ്പൊ ജനന നിരക്കിനെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞത് എവിടെയാണ് തെറ്റ്? ഈ വർഷത്തെ സ്ട്രെങ്ത്, സ്കൂളുകളിലെ സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞു. പൊതുവിദ്യാലയങ്ങളിലെയും സ്വകാര്യ വിദ്യാലയങ്ങളിലെയും ഒക്കെ കണക്കെടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ജില്ലാടിസ്ഥാനത്തിലൊന്ന് തിരിച്ചു നോക്കൂ. എവിടെയാണ് കുട്ടികൾ കൂടുതൽ വന്നിരിക്കുന്നത്? അതെന്താ? ചില പ്രത്യേക അത് എന്തുകൊണ്ട്? നമ്മൾ ഒരു പക്ഷേ മറ്റുള്ളവർക്കൊന്നും ജനന നിരക്ക്, അതായത് ആളുകളുടെ പ്രത്യുൽപാദന ശേഷിയുടെ കുറവ് കൊണ്ടല്ലല്ലോ. രാഷ്ട്രത്തിന് പുരോഗമനത്തിന് ജനസംഖ്യ കുറയണം എന്നുള്ള ആ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറിയതുകൊണ്ടാണ് അവരുടെ ജനനിരക്ക് കുറയുന്നത്. അതെന്തുകൊണ്ടൊരു സമൂഹം അംഗീകരിക്കുന്നില്ല? അതെന്തുകൊണ്ടൊരു ഭൂപ്രദേശം അംഗീകരിക്കുന്നില്ല? അത് അംഗീകരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഇല്ലേ? അവിടെ അത്തരത്തിൽ പ്രചരണം നടത്തേണ്ടതിന്റെ ആവശ്യമില്ലേ? മറിച്ച് ജനനിരക്ക് അവിടെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ മണ്ടയ്ക്ക് കയറലാണോ അർത്ഥം? അപ്പോ ജനനിരക്ക് കുറച്ചവരെല്ലാം വിഡ്ഢികളും കൂട്ടിയവർ അതിനനുസരിച്ച് ജനസംഖ്യാനുപാതികമായി ഇപ്പൊ 30% ഞങ്ങളാണ്, അതുകൊണ്ട് വിദ്യാലയ സമയം എപ്പോൾ വേണം, അല്ലെങ്കിൽ സ്കൂളിൽ എന്ത് പഠിപ്പിക്കണം, സ്കൂളിൽ എന്ത് യൂണിഫോം ഇടണം, സ്കൂളിൽ കുട്ടികൾ എവിടെ ഇരിക്കണം, സ്കൂളുകൾ ഏതു തരത്തിലുള്ള കായിക പരിശീലനം വേണം, ഇതൊക്കെ ഞങ്ങൾ നിശ്ചയിക്കും. ഇനി ഞങ്ങൾ നിശ്ചയിക്കുന്ന പോലെ താക്കോല്, കേരളത്തിന്റെ താക്കോല് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ് വിരലിലിട്ട് ചുഴറ്റി നടക്കുന്നത് ഈ എണ്ണത്തെ കാണിച്ചല്ലേ. അപ്പൊ ആ എണ്ണം നിയന്ത്രിച്ചവർ, രാഷ്ട്രത്തിന്റെ പുരോഗമനത്തെ ലക്ഷ്യമില്ലെങ്കിൽ രാഷ്ട്രത്തിലെ വിദഗ്ധർ പറഞ്ഞ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ജനനിരക്ക് കുറച്ചവർ വിഡ്ഢികളാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ചർച്ച പോലും ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ അങ്ങനെ ജനനിരക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കുക തന്നെ വേണ്ടേ?
അവിടെ പ്രചരണം നടത്തണ്ടേ നമ്മൾ? അതിനെ നിരുത്സാഹപ്പെടുത്തണ്ടേ നമ്മൾ? അതോ അതിന് പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണോ വേണ്ടത്? നമ്മൾ ഒരു കാലത്ത് ജനസംഖ്യ നിയന്ത്രിച്ചവർക്ക് മിനിമം ബക്കറ്റോ അല്ലെങ്കിൽ ചെറിയ ആനുകൂല്യമോ കൊടുത്തിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ ജനസംഖ്യ ഉയർത്തുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണ് ഗവൺമെന്റ്. ചർച്ച ചെയ്യാൻ പോലും നാടിന് അധികാരമില്ല എന്നിടത്തേക്ക് എത്തുമ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പറയണം, കണ്ണ് തുറപ്പിക്കാൻ അതുപോലുള്ള സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്ന് സമുദായത്തിന് വേണ്ടിയുള്ള അത്തരം സംസാരങ്ങൾ വേണം. എവിടെയാണ് സർക്കാരിനെ ഇവർ നിയന്ത്രിക്കാത്തത്? സർക്കാർ ശരിക്കും കെട്ടിയിട്ട അവസ്ഥയല്ലേ കേരളത്തില്? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, മറ്റേ പശുവിനെ തല്ലാൻ പോയിട്ട് എല്ലാം മർമ്മമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന അവസ്ഥ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ? ഒരു പാഠ്യപദ്ധതിയിൽ ഇപ്പൊ മറ്റേ ലിംഗസമത്വത്തെ പറ്റി പാഠ്യപദ്ധതിയിൽ വന്നു എന്നതിനെ പറ്റിയൊക്കെയാണ് സമസ്ത വിമർശിക്കുന്നത്. ഒരു പാഠ്യപദ്ധതിയിലെങ്കിലും ഒരു പക്ഷെ സമാജത്തിൽ മുഴുവൻ നടപ്പാകുന്നില്ലായിരിക്കാം, പക്ഷെ നാളെ നടപ്പാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പാഠ്യപദ്ധതിയിലെങ്കിലും ലിംഗസമത്വത്തെ പറ്റി പറയണ്ടേ? അപ്പോൾ പാഠ്യപദ്ധതി എന്തായിരിക്കണം? സമസ്ത തീരുമാനിക്കും, അല്ലെങ്കിൽ കാന്തപുരം തീരുമാനിക്കും. സ്കൂൾ എപ്പോൾ തുടങ്ങണം ഈ പറഞ്ഞവരൊക്കെ തന്നെ തീരുമാനിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിനും ഒരു കുടുംബശ്രീയുടെ ഒരു പ്രതിജ്ഞ പോലും തയ്യാറാക്കിയത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഒക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ മാത്രമേ പറ്റൂ. ആ പ്രഖ്യാപനങ്ങളിൽ നിന്നൊക്കെ ധീരതയോടെ പിന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗതികേടാണെന്ന് കേരള സർക്കാരിന് വരുന്നത്. ആ ഗതികേട് ഉണ്ടാക്കുന്നത് ഈ ജനസംഖ്യാ ബലത്തിൽ, അതുപോലെ തന്നെ തിന്നമിടുക്കിന്റെ ബലത്തിൽ അവർ കേരളത്തെ നിയന്ത്രിക്കുകയാണ്. ഈ അവസ്ഥ ആശങ്കാജനകമാണ്. കാരണം നമ്മൾ പല കാശ്മീർ, ഇന്ത്യയിൽ കാശ്മീരാകാം, 921 മറ്റേ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ അവസ്ഥയാകാം, അതുമല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളാകാം. നമ്മൾ അവിടുന്ന് കണ്ടിട്ടുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഭയക്കുന്നത്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ ജാഗ്രത എടുക്കുന്നത്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്, പക്ഷെ ആരും സൂപ്പറല്ല. ഇവിടെ ചിലർ സൂപ്പറായി ചമയുകയാണ്. ചില മതത്തിന്റെ ആളുകൾക്ക് സൂപ്പർ പവർ ഉണ്ട്. അതിന്റെ പുരോഹിതന്മാർ വരച്ച വരയിൽ നിന്ന് മറ്റാരും അനങ്ങാൻ പാടില്ല. ഇവിടെയുള്ള സഖാക്കളൊക്കെ വലിപ്പം പറയും. എവിടെയാ ഗുരുവിന്റെ കാല് വന്ദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭാരതമാതാവിനെ വന്ദിക്കുന്നുണ്ടോ, മനുസ്മൃതി കത്തിക്കണം, അങ്ങോട്ട് ഓടുന്നു. പക്ഷെ ഇതിൽ ഏതെങ്കിലും വിധത്തില് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, വലിപ്പമൊക്കെ പറയും, പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കേരളം ഇവരുടെ കൈകളിൽ കിടന്ന് അമ്മാനമാടുകയാണെന്നുള്ളത്. ആ പ്രസ്താവനയ്ക്ക് പിന്തുണ കിട്ടണം. കേരളത്തിലെ എല്ലാ സമുദായങ്ങളും അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അത് ഗൗരവമായി തന്നെ പറയണം. ആ പറയൽ അതിനൊപ്പമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ശക്തിയാണത്. ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു ശക്തിയാണ്. തീർച്ചയായും അഭിനന്ദിക്കുന്നു. താൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഉറച്ചു നിന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാകുള്ളൂ. ഏത് കാര്യത്തിനും ആ വിഷയത്തിൽ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് പറയാനും കൂടി അതിനാണ് കേരളീയ സമൂഹം ആ താല്പര്യം അറിയിക്കാനാണ് ഓരോരുത്തരും നിന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ പി ശശി റെഡ്ഡി. ശ്രീ ഒരു മണിക്കൂറിൽ നമ്മോടൊപ്പം ചേർന്നതിന്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് കെ പി ശശികല ടീച്ചർ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മോടൊപ്പം പ്രതികരിച്ചിരുന്നു. കാന്തപുരം എന്തൊക്കെ പറഞ്ഞാലും സമുദായത്തിന് വേണ്ടി ഇനിയും താൻ തുറന്നു പറയുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. സംഘടിത സമുദായങ്ങൾ വളർന്നു പന്തലിച്ചപ്പോൾ ഈഴവ സമുദായം താഴേക്ക് പോയെന്നും അദ്ദേഹം പറഞ്ഞു. കോലമല തന്നെ കത്തിച്ചാലും അഭിപ്രായത്തിൽ നിന്ന് മാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുസ്ലിം വിരോധിയാക്കി മാറ്റുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇപ്പോൾ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ മണിക്കൂറിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അല്ലെങ്കിൽ ഇത്തരം പ്രസംഗങ്ങൾ ഒഴിവാക്കണം, അത് സമൂഹത്തെ ബാധിക്കുമെന്നാണ്. മറുഭാഗത്ത് സമുദായ സംഘടനകൾ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ അനുവദനീയമല്ല, കാരണം സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ്. അപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളും അഭിനന്ദനങ്ങളും ഈ ഒരു ഘട്ടത്തിൽ വരികയാണ്. നിലവിൽ എന്താണ് സാഹചര്യം? ദേവിക പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ തുറന്നുവിട്ട വലിയൊരു ചർച്ചാ വിഷയം അത് കേരളമാകെ ആളിക്കത്തുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നു. ഇന്നലെ കോട്ടയത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഇന്ന് കൊച്ചി പള്ളുരുത്തിയിൽ നടത്തിയ പ്രസംഗം എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംഘടിത മതവിഭാഗങ്ങൾക്ക് മുന്നിൽ, മതശക്തികൾക്ക് മുന്നിൽ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയിലേക്ക് മുന്നണികൾ മാറുന്നു. അത് അനുവർത്തിക്കാൻ കഴിയുന്നതല്ല, അത് വെച്ചുപൊറിപ്പിക്കാൻ കഴിയുന്നതല്ല. അതിനെതിരെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ
ഒറ്റപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനു മുന്നിൽ പേടിച്ചു മാറുന്ന ഒരാളല്ല താൻ എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും വെള്ളാപ്പള്ളി നടേശൻ ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു വാക്കുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും തനിക്കൊരു പ്രശ്നവുമില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ തനിക്ക് നേരെ കുന്തമുനകളായി ഉയർത്തുന്ന ആരോപണ ശരങ്ങളെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് എന്ന കാര്യമാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത്. നേരത്തെയും സമാനമായി തന്നെ അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ദേവിക. ശരി ജിതേഷ്. സാമൂഹ്യനീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ മുസ്ലിം വിരോധിയാക്കി ചിത്രീകരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി. തന്റെ കോലം കത്തിച്ചു, എന്നാൽ കോലമല്ല തന്നെ പച്ചയോടെ കത്തിച്ചാലും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് തുടരും. വിദ്യാഭ്യാസ രംഗത്ത് തുടരുന്ന വേർതിരിവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വാക്കുകൾ. ഈ രാജ്യത്ത് സാമൂഹ്യ നീതി നടപ്പാക്കണ്ടേ? വിദ്യാഭ്യാസ നീതി, രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി, ഇതിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് തെറ്റാണെന്ന് പറയാനൊക്കെ. ഈ എറണാകുളം ജില്ലയിൽ എത്ര സ്കൂള് നമുക്കുണ്ട്, എത്ര കോളേജുണ്ട്? SNTrustന് ഒറ്റ കോളേജില്ല. നിങ്ങൾ കുട്ടികൾ കോളേജ് വിദ്യാഭ്യാസം പോകണം, എവിടെ പോകണം? ഇല്ലാത്തത് ചോദിച്ചാൽ ജാതി പറഞ്ഞു എന്നുള്ളതല്ല, നീതി പറഞ്ഞു. നമ്മളെല്ലാം പറഞ്ഞാൽ ജാതിയായി, മറ്റുള്ളവരെല്ലാം പറഞ്ഞാൽ നീതിയായി. ഇതാണ് ഇവിടെ നടക്കുന്നത്. സത്യം തുറന്നു പറഞ്ഞാൽ എൻ്റെ കോലം കത്തിക്കും. ഈ കോലം കത്തിക്കലല്ലേ, എൻ്റെ കോലമില്ല, എന്നെ കത്തിച്ചാലും എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. എൻ്റെ മരണം വരെ ഞാൻ അതിനകത്ത് പുറത്തിരിക്കും. അതിന് ഞാൻ മുസ്ലിം സമുദായത്തിന് മൊത്തം ആക്ഷേപിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നെ തകർക്കാൻ, എൻ്റെ കോലം കത്തിക്കാൻ എന്ത് ഹീനമായിരുന്നു. മുസ്ലിം സമുദായത്തോട് നമുക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ ആ നയം അവിടെ നമുക്കൊന്നും കിട്ടാത്തത് ചോദിച്ചാൽ മുസ്ലിം വിരോധമായി. നമുക്ക് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിനെതിരെ തർക്കിക്കാനും തകർക്കാനും വരുന്ന ശക്തികളെ മുൻപിൽ, ഇതുപോലുള്ള മുട്ടാളന്മാരുടെ മുമ്പിൽ മുട്ടുമുടക്കുക അല്ല നമുക്ക് വേണ്ടത്. പ്രതികരണ ശേഷി വേണം. സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിക്കുന്നതിനിടെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി മന്ത്രി VN വാസവൻ. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്നയാളാണ് വെള്ളാപ്പള്ളി. കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന SNDP യോഗത്തെ വെള്ളാപ്പള്ളി കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കിയെന്നും വാസവൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിലാണ് മന്ത്രിയുടെ പ്രശംസ. അദ്ദേഹം ഒരു ദിവസം കാസർഗോഡാണെങ്കിൽ പിറ്റേ ദിവസം പാലക്കാടാണ്, അടുത്ത ദിവസം തൃശ്ശൂരാണ്, അടുത്ത ദിവസം കൊല്ലത്താണ്, അടുത്ത ദിവസം തിരുവനന്തപുരം, ആലപ്പുഴ, ഇങ്ങനെ കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ഓടി നടന്ന് ഈ സംഘടനയുടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചുമതലയേക്കുന്ന കാലഘട്ടത്തിൽ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ളൊരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ് മുഖപത്രം. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയാണ് ചന്ദ്രികയെ ചൊടിപ്പിച്ചത്. ഇടുക്കാച്ചരക്കുകളുടെ ഗിരിപ്രഭാഷണം എന്ന തലക്കെട്ടിൽ തുടങ്ങുന്ന ലേഖനത്തിലാണ് വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനം. പിണറായി സർക്കാർ എന്നൊക്കെ പ്രതിസന്ധിയിലാകുന്നു അന്നൊക്കെ മഹാനുഭാവന്റെ വെളിപാടുണ്ടാകും. പിണറായിയെ പാലും തേനും പുരട്ടിയ വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുകയും മറ്റുള്ളവരെ ഇഴത്തുകയും ചെയ്യുകയാണ്. മകളുടെ മാസപ്പടിയിൽ മുഖ്യൻ കുടുങ്ങിക്കിടക്കുമ്പോൾ വിഷയം മാറ്റാനാണ് ശ്രമം. ആരോഗ്യ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ സർക്കാർ കത്തിത്തീരുമ്പോൾ വർഗീയത പറയുന്നത് ശ്രദ്ധ തിരിക്കാനെന്നും വിമർശനം. കേരള തൊഗാഡിയാകാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമം. കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രിയാകാൻ പാടില്ലെന്ന് ഏത് കിതാബിലാണ് പറയുന്നതെന്നും ചോദ്യം.
മദ്യം പാടില്ലെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്ന് മദ്യവ്യവസായി വർഗീയത കത്തിക്കുകയാണെന്നും വിമർശനം. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നതായും അതിനായുള്ള അണിയറ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തിരുന്നു. ഇതാണ് മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്. ഷാർജയിൽ മരിച്ച കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം. മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നും സതീഷ് കൊലപ്പെടുത്തിയതാണെന്നും കുടുംബം ആരോപിച്ചു. ഭർത്താവ് സതീഷിനെ പ്രതി ചേർത്ത് കൊലക്കുറ്റത്തിന് ചവറ തെക്കും ഭാഗം പോലീസ് കേസെടുത്തു. നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച് അമ്മയെടുത്ത് ചവിട്ടി കൂട്ടി തന്നെ അതൊക്കെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. വിവാഹം കഴിഞ്ഞ് 11 വർഷമാകുന്നു. ഈ കാലമൊക്കെയും അതുല്യയെ സതീഷ് ശാരീരികമായി ഉപദ്രവിച്ചതായാണ് പരാതി. ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അതുല്യ ബന്ധുക്കൾക്ക് അയച്ചിരുന്നു. നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സഹിച്ച തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് അമ്മ പറയുന്നു. അവനൊരു സൈക്കോ പോലെ പെരുമാറുന്നു. ഫോൺ വിളിച്ചാലും അവൾക്കൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അവൻ ഫോൺ വിളിക്കുന്ന ഉടനെ എടുത്തോണം, അവൾ ബാത്റൂമിലാണേലും എടുത്തോണം, പിന്നെ ആഹാരം കഴിക്കാതെ തന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത് അങ്ങനെയൊക്കെ സഹിക്കുക ചെയ്യാൻ ഇത് ബന്ധം വേണ്ടാന്ന് വെക്കാൻ പലവട്ടവും ശ്രമിച്ചതാണ് നമ്മൾ. അന്നേരമൊക്കെ അവൻ്റെ അമ്മ കരഞ്ഞ് നെഞ്ചത്തടിച്ച് ഈ അയലത്തുകാർക്കൊക്കെ അറിയാം, നിലയും വിളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് കോംപ്രമൈസിന് അങ്ങനെ ഒരു തരത്തിലും സഹിക്കുക ചെയ്യാൻ ഞാൻ ഇത് മുന്നോട്ട് പോയത്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന കേൾക്കണ്ടേ. കേസൊക്കെ കൊടുത്തതായിരുന്നു കോടതിയിലൊക്കെ. കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അന്നേരമൊക്കെ വഴി തെറ്റിക്കുമെന്നാണ് പറയുന്നത്. കൂട്ടുകാർ വിളിക്കുന്നത് അവളെ വഴി തെറ്റിക്കുമെന്ന്. നേരത്തെ ദുബായിലായിരുന്നപ്പോൾ സതീഷ് അതുല്യയെ മുറിയിൽ പൂട്ടിയിടും. മദ്യപാനിയായ സതീഷ് നിരന്തരം ഉപദ്രവം തുടർന്നു. പലതവണ അതുല്യയുടെ അച്ഛൻ സതീഷിനോട് സംസാരിച്ചിരുന്നു. എന്നിട്ടും തിരുത്താൻ തയ്യാറായില്ല. അങ്ങനെ സ്വയം അവിടെ ജീവൻ എടുക്കാൻ അവൾ തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്ര സ്നേഹമാണ് കുഞ്ഞിനോട് അവൾക്ക്. ആ കുഞ്ഞിനെ ഓർത്താണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഇത് എൻ്റെ ഒരു കണക്കൂട്ടലെന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല, പിന്നെ അവിടെ തൂങ്ങി നിൽക്കുന്ന ഫാനിൽ ഒരു കാരണവശാലും അവൾക്ക് കയറിടാൻ പറ്റുന്ന ഉയരത്തിലല്ല. ഒറ്റയ്ക്ക് ഒരു കയർ കുരുക്കിട്ട് ഞാനാൻ പറ്റുന്ന ഒരു ഉയരത്തിലല്ല, കുറച്ച് ഉയരത്തിലാണ് ഉള്ളത്. ഇവൻ മർദ്ദനത്തിലെങ്ങാനും അവൾ ബോധം കെട്ടാൻ കാണും, വീണ് കാണുമോ എന്നായിരിക്കും. അന്നേരം എടുത്ത് കെട്ടിത്തൂക്കിയതായിരിക്കാനാണ് സാധ്യത. അല്ലാതെ സാധ്യത സ്വന്തമായിട്ട് അവൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അത് അവൾ ചെയ്യത്തില്ല. അവൻ ഇന്നലെ പിന്നെ എന്നെ രാവിലെ ഒന്ന് വിളിച്ചിരുന്നു, അച്ഛാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട്. ഞാനത് അപ്പോഴേ കട്ട് ചെയ്ത്. അവനോടൊന്നും സംസാരിക്കാൻ എനിക്കില്ല. കാര്യം അവനോടൊക്കെ ഞാൻ എത്രയോ വർഷങ്ങളായി 10 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി. അവനെ ബോധവൽക്കരിക്കാൻ, അവനെ തിരുത്താനായിട്ട് ഞാൻ ഏതെല്ലാം രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ജീവിതം എന്താ, ജീവൻ എന്താണെന്നൊക്കെ അവനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവനെ ഉൾക്കൊള്ളാറില്ല. നാട്ടിൽ ഗാർഹിക പീഡനത്തിന് സതീഷിനെതിരെ മുൻപ് പരാതി നൽകിയിരുന്നു. പിന്നീട് കേസ് ഒത്തുതീർപ്പാക്കിയാണ് ഇരുവരും ഷാർജയിൽ പോയത്. അതുല്യയുടെ ഫ്ളാറ്റിന് സമീപം സഹോദരിയും കുടുംബവും താമസിക്കുന്നുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതിയുടെ അമ്മ നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊലപാതക കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഷാർജ പോലീസും സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ജനം, കൊല്ലം. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ ഭർത്താവിനെതിരെ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ. അതുല്യയുടെ സഹോദരിയും ഭർത്താവുമാണ് ഷാർജ പോലീസിൽ പരാതി നൽകുന്നത്. ഭർത്താവ് സതീഷ് ഇന്നലെ ഫേസ്ബുക്കിൽ അതുല്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. SFI ഭീകരരുടെ ക്രൂരതയ്ക്കിരയായി കൊല്ലപ്പെട്ട ദുർഗാദാസിന്റെ ഓർമ്മ ദിനം ഇന്ന്. 1981 ജൂലൈ 20-നാണ് കൊല്ലം നിലമേൽ NSS കോളേജിൽ വച്ച് ദുർഗാദാസ് കൊല്ലപ്പെട്ടത്. കരിങ്കൽ ചീളുകൾ കൊണ്ട് എറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു SFI ഗുണ്ടകൾ. SFI ക്രൂരതയ്ക്ക് ഇന്നേക്ക് 44 വർഷം പിന്നിടുകയാണ്.
കലാലയ രാഷ്ട്രീയത്തിലെ SFI ക്രൂരത വെളിവാക്കുന്നതായിരുന്നു ദുർഗാദാസ് കൊലപാതകം. തങ്ങൾക്ക് ആധിപത്യമുള്ള കലാലയങ്ങളിൽ മറ്റ് സംഘടനകൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയായിരുന്നു SFIയുടെ രീതി. കലാലയത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയ ABVP പ്രവർത്തകരെ അവർ ക്രൂരമായി മർദ്ദിച്ചു ക്ലാസ് മുറിയിൽ പൂട്ടി. ഇവിടെ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയതായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘം കിളിമാനൂർ താലൂക്ക് പ്രചാരകയായിരുന്ന ദുർഗാദാസ്. കോളേജ് പ്രിൻസിപ്പലിനെ കണ്ട് പുറത്തിറങ്ങിയ അദ്ദേഹത്തെ ആസൂത്രിതമായി SFI ക്രൂരമായി കൊലപ്പെടുത്തി. കോളേജിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്ന SFI ക്രിമിനലുകൾ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കരിങ്കൽ ചീളുകൾ കൊണ്ട് തുരുതുര എറിഞ്ഞു. ഏറുകൊണ്ട് നിലത്ത് വീണിട്ടും SFI ക്രിമിനലുകൾ ക്രൂരത തുടർന്നു. ആ ആഘാതം 4 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മാറിയിട്ടില്ല, മറന്നിട്ടുമില്ല. മലബാറിന്റെ മണ്ണിൽ സംഘപ്രവർത്തനത്തിന് വേരുകൾ നൽകിയ നിലമ്പൂർ കോവിലകത്തെ TN ഭരതേട്ടന്റെ മകനായിരുന്നു ദുർഗാദാസ്. ഭാരതീയ ജനസംഘത്തിന്റെ കേരളത്തിലെ ആദ്യ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ഭരതേട്ടൻ. അന്നത്തെ സംഘടനാ സെക്രട്ടറി P. പരമേശ്വരനായിരുന്നു. SFI ഒരുക്കിയ ചതിയുടെ ഈ പത്മവ്യൂഹം കലാലയ രാഷ്ട്രീയത്തിലെ അക്രമങ്ങളിൽ എന്നും കറുത്ത ഏടായി ഓർമ്മിക്കും. ജനം, മലപ്പുറം. കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുക്കും. സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളെയും KSEB ഉദ്യോഗസ്ഥരെയും അടക്കം പ്രതി ചേർക്കും. ശാസ്താംകോട്ട SHOയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചു. മിഥുന്റെ ദാരുണ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച പരിശോധിച്ചാണ് പോലീസ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. പ്രതികൾക്കെതിരെ BNS 106 പ്രകാരം കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചുമത്തും. നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിലെ സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾക്ക് പുറമെ സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സമയത്തെ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെയും കേസെടുക്കും. KSEB മൈനാഗപ്പള്ളി സെഷനിലെ ഉദ്യോഗസ്ഥരെയും സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെയും പ്രതി ചേർക്കും. അന്വേഷണ സംഘം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ മൊഴികളും രേഖപ്പെടുത്തും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കും. മകൻ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്ന് മിഥുന്റെ കുടുംബം മുക്തമായിട്ടില്ല. വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ അടച്ച തേവലക്കര ഹൈസ്കൂൾ ചൊവ്വാഴ്ചയാണ് തുറക്കുക. ജനം, കൊല്ലം. സംസ്ഥാനത്ത് KSEB അനാസ്ഥയിൽ വീണ്ടും ഒരു മരണം. പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് തിരുവനന്തപുരം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ മരച്ചില്ല വൈദ്യുതി കമ്പിയിൽ വീണ് പോസ്റ്റ് ഒടിഞ്ഞാണ് അപകടം. മരച്ചില്ലകൾ മുറിച്ചു മാറ്റാൻ KSEB തയ്യാറാകാത്തതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഇന്ന് പുലർച്ചെ 12:30 അപകടം. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന പനയമുട്ടം സ്വദേശി അക്ഷയയും സുഹൃത്തുക്കളും സഞ്ചരിച്ച ഇരുചക്ര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാമ്പാടി മസ്ജിദ് മദ്രസയ്ക്ക് സമീപത്ത് വെച്ച് പൊട്ടിവീണ ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റാണ് 19 വയസ്സുള്ള അക്ഷയ് മരണപ്പെട്ടത്. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒരു 5 സെക്കൻഡേ ഉള്ളൂ. 5 സെക്കൻഡ് ഇവിടെ എത്തിയപ്പോൾ കാണാൻ ഒരു ഭയങ്കര ഒരു ശബ്ദവും കേൾക്കുന്നു, വിളിയും കേൾക്കുന്നു. അങ്ങനെ നമ്മൾ ഓടി ഇവിടെ വന്നപ്പോൾ ഇതേമാതിരി കറണ്ടിൽ അടിച്ചിങ്ങനെ കിടക്കുന്ന ആൾ. അപ്പോഴും തന്നെ നമ്മളൊക്കെ തോർത്ത് ഉടുപ്പൊക്കെ ഇട്ടൊക്കെ പിടിച്ചിട്ട് ഒരു വ്യക്തി ഇളവല്ല, രണ്ടുപേരും ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് അപ്പോൾ സ്പോട്ടിൽ തന്നെ ആൾ മരിച്ചു. പൊട്ടിവീണ ലൈൻ കമ്പിക്ക് സമീപത്തെത്തിയപ്പോഴാണ് കണ്ടതെന്നും ബ്രേക്ക് ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും അപകടം സംഭവിക്കുകയായിരുന്നുവെന്നും അക്ഷയ്ക്ക് ഒപ്പം സഞ്ചരിച്ച സുഹൃത്ത് പറഞ്ഞു. വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന റബ്ബർ കിടക്കുന്ന ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. വേറെ വെളിച്ചമൊന്നുമില്ല, ബൈക്കിന്റെ വെട്ടം മാത്രമേ ഉള്ളായിരുന്നു. അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മൾ രണ്ടുപേര് തെറിച്ച് വീണായിരുന്നു. തെറിച്ച് വീണിട്ട് നമ്മൾ കിച്ചുവിനെ ചെന്ന് പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടന് ഷോക്കടിച്ച് എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. KSEB ഉദ്യോഗസ്ഥരും വാമനപുരം MLAയും സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി വാമനപുരം MLA DK മുരളി സമ്മതിച്ചു. നമുക്കറിയാമല്ലോ ദുരന്തം, പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എല്ലാ ലൈനുകളും ഓവർഹെഡ് ലൈനാണ്. അപ്പോൾ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അക്കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെന്നും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കിളിമാനൂർ SHO വ്യക്തമാക്കി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ബാക്കി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും വ്യക്തികളുടെയോ മറ്റോ ഭാഗത്തുനിന്ന് വീഴ്ച ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെക്ഷൻ ആൾട്ടർ ചെയ്ത് ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിലൊന്നും വന്നിട്ടില്ല, പരാതിയും വന്നിട്ടില്ല. അതിന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് BJP ആരോപിച്ചു. ഇത്രയുമായിട്ടും ഒരു വിഷയങ്ങളുണ്ടാകുമ്പോൾ സർക്കാർ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ്.
സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ് ഈ കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ടച്ചിങ്ങിന് വേണ്ടി KSEB ചിലവാക്കുന്നത്. ആ ടച്ചിങ്ങിന് കൂടെ എപ്പോഴും അതിനുശേഷം AIO കൂടെ വന്ന് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ഇവിടെ എത്രത്തോളം ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൊല്ലം തേവലക്കരയിലെ 13 വയസ്സുകാരൻ്റെ തീരാനൊമ്പരം മലയാളി മനസ്സിൽ നിന്നും മായുന്നതിന് മുമ്പാണ് മറ്റൊരു വൈദ്യുതാഘാത അപകടം കൂടി സംഭവിച്ചിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. വിജു എം സായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. വന്യജീവി ആക്രമണം പതിവായ കണ്ണൂരിലെ ആറളം ഫാമിനുണ്ടായ നാശനഷ്ടങ്ങൾ നികത്താതെ സർക്കാർ. വന്യജീവി ആക്രമണത്തിലുണ്ടായ നഷ്ടം 91,77,00,000 രൂപയാണെന്ന് ഫാം വനം വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കായ്ഫലമുള്ള 12,497 തെങ്ങുകളും 26,077 തെങ്ങിൻ തൈകളും നശിപ്പിക്കപ്പെട്ടതായി വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 2017 മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരമാണിത്. ജനം എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ വന്യജീവി അക്രമത്തിൽ അറളം ഫാമിലുണ്ടായ നഷ്ടം 91.77 കോടി രൂപയാണ്. ഫാം അധികൃതർ വനം വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നഷ്ടക്കണക്ക് പറയുന്നത്. കാട്ടാനകൾ കുത്തിവീഴ്ത്തിയ തെങ്ങുകളാണ് ഫാമിലെ ഏറ്റവും അധികം നഷ്ടത്തിലേക്ക് എത്തിച്ചത്. കായ്ഫലമുള്ള 12,497 തെങ്ങുകളും 26,077 തെങ്ങിൻ തൈകളും ഇക്കാലയളവിൽ നശിക്കപ്പെട്ടു. ആനകളുടെ അക്രമം മൂലം ആറളം പുനരധിവാസ മേഖലയിലും ഫാം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടതായും വനം മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ടാപ്പ് ചെയ്യുന്ന 4,757 റബ്ബറുകളും നല്ല തോതിൽ വിളവ് നൽകുന്ന 3,031 കശുമാവുകളും 4,446 കുരുമുളക് കൊടികളും 8,190 കശുമാവ് ഗ്രാഫിംഗ് തൈകളും 2,897 കമുകിൻ തൈകളും കാട്ടാനകളും കാട്ടുപന്നികളും കുരങ്ങുകളും നശിപ്പിച്ചതായും റിപ്പോർട്ടിലുണ്ട്. വരുമാന നഷ്ടത്തിനു പിന്നാലെ ഫാം തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ലെന്നാണ് സർക്കാർ വാദം. 5 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. ഇതിനിടയിൽ വന്യജീവികളുടെ കൃഷിനാശം തടയാൻ സർക്കാർ നടപടികളില്ല. കാട്ടാനകളാണ് ഇവിടെ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കുന്നതെന്നിരിക്കെ സർക്കാർ നടപടി പേരിനു മാത്രം. വനം വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും മെല്ലപ്പോക്ക് സാധാരണ കൃഷിയെ ആശ്രയിക്കുന്ന സാധാരണ ജനവിഭാഗത്തെയാണ് ബാധിക്കുന്നത്. ജനം, തിരുവനന്തപുരം. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനുള്ളിൽ. നമസ്തേ.